സിദ്ധു, ദേവികയോട് സിദ്ധു ഒന്ന് പറ. സിദ്ധു പറഞ്ഞ അവള് കേക്കും. പ്ലീസ് സിദ്ധു. രജനിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നന്ദനും അനുഭവിക്കാൻ പാടില്ല. ഞാൻ പറയില്ല. ഇത് പറഞ്ഞു ധരിപ്പിക്കേണ്ട കാര്യമാണോ? ഇത്തരം തീരുമാനങ്ങളിൽ മറ്റാർക്കും ഇടപെടാൻ അവകാശമില്ല. മക്കൾക്ക് പ്രയാസം വരുമ്പോ രക്ഷകർത്താക്കൾ ഇടപെടില്ലേ? അവരെ പറഞ്ഞു മനസ്സിലാക്കില്ലേ? അങ്ങനെ ചിന്തിച്ചാ മതി. മനുഷ്യനല്ലേ, ആർക്കും തെറ്റുപറ്റാം. തെറ്റിദ്ധാരണ കൊണ്ടും അകൽച്ചയുണ്ടാവാം. എടുത്തു ചാടി ഒരു തീരുമാനം എടുത്താ നന്ദന്റെയും ദേവികയുടെയും ജീവിതത്തെ അതെങ്ങനെ ബാധിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ കുടുംബം ഓർത്ത് സിദ്ധു ഒന്ന് ഇടപെടണം. അല്ലാതെ മനഃശാസ്ത്രപരമായിട്ടൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. താൻ എന്തോ ഈ പറയുന്നേ? സ്വന്തം ഭർത്താവ് വേറൊരു പെൺകുട്ടിയുമായി രാത്രി മുറിയിൽ കഴിയുന്നു. അത് ഭാര്യ അറിഞ്ഞു, നേരിട്ട് കണ്ടുപിടിച്ചു. ഇതാ സംഭവം അല്ലേ? ഇതില് ശാസ്ത്രവും മണ്ണാങ്കട്ടയൊന്നുമില്ല. മനസ്സ് മാത്രമേ ഉള്ളൂ. ഒരു പെങ്കൊച്ചന്റെ മനസ്സ്. അല്ല, ദേവിയോട് ഞാൻ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും? അതുകൂടെ ഒന്ന് പറഞ്ഞുതരാവോ? പറ, എന്തു പറഞ്ഞ് ഞാൻ ദേവിയെ സമാധാനിപ്പിക്കും? അവനോട് കൂടി ഒന്ന് ചോദിക്കും, ഞാൻ എന്താ ദേവിയോട് പറയേണ്ടതെന്ന്. ഒരു അച്ഛനെന്ന നിലയിൽ പറയാൻ പറ്റുന്ന വാക്കുകൾ എനിക്ക് കൂടെ പറഞ്ഞുക. ഞാൻ പറയാം. എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ? ഒന്നുമില്ലല്ലോ. കുഴപ്പത്തിനൊക്കെ വഴിമരുന്നിട്ടവര് തന്നെ അതങ്ങ് അണച്ചാ മതി. എന്താണോ നടക്കുന്നത് അത് എല്ലാവർക്കും കൂടി അനുഭവിക്കാം. എന്നാ പിന്നെ ഞാൻ സംസാരിക്കാം. സംസാരിച്ചോ, പക്ഷെ പറയുമ്പോ സംഭവിച്ച കാര്യങ്ങൾ അവരോട് തുറന്നു പറയണം. ഭൂമിയോളം താഴ്ന്ന് എല്ലാം സഹിച്ചൊരു പെൺകുട്ടി അവള്. ഇനി എന്തെങ്കിലും പറഞ്ഞ് നേരെയാക്കാന്ന് ആരും കരുതണ്ട. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഒന്നും ബാക്കി വയ്ക്കരുത്. എല്ലാം കേട്ട് ബോധ്യപ്പെട്ട് അവള് തീരുമാനിക്കട്ടെ. എന്താ, എന്ത് തീരുമാനിച്ചു? പറഞ്ഞ ഋഷിയുടെ കൊലപാതകം വരെ പറയേണ്ടി വരും. അത് കുഴപ്പമാവും. എനിക്കെന്നല്ല, നിങ്ങൾക്കാർക്കും അവളോട് സംസാരിക്കാൻ പറ്റില്ല. കാരണം അവളുടെ ഭാഗത്താ ന്യായം.